ആധുനിക മലയാള ഭാഷയുടെ പിതാവാണ് തുഞ്ചത്ത് എഴുത്തച്ഛൻ. പ്രാചീന കവിത്രയത്തിൽ പ്രമുഖനായ ഇദ്ദേഹം സാംസ്കാരികമായും ആധ്യാത്മികമായും കേരളീയ ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമായി തീർന്ന മഹാകവിയാണ്. എഴുത്തച്ഛന്റെ ജനനം, ജീവിതകാലം, പേര്, വിദ്യാഭ്യാസം, തൊഴിൽ, അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടം തുടങ്ങിയവയെപ്പറ്റി കൃത്യമായ വിവരങ്ങളൊന്നും ഇന്നും ലഭ്യമല്ല. ചില തെളിവുകൾ വെച്ചുകൊണ്ട് പണ്ഡിതന്മാർ നടത്തിയ ചർച്ചകളിൽ നിന്നും ഉരുത്തിരിഞ്ഞ ചില വിവരങ്ങൾ മാത്രമേ നമുക്കുള്ളൂ. എഴുത്തച്ഛൻ 15-ാം നൂറ്റാണ്ടിനും 16-ാം നൂറ്റാണ്ടിനും ഇടയിൽ ജീവിച്ചിരുന്നു എന്നാണ് കരുതപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ജനനം മലപ്പുറം ജില്ലയിലെ തിരൂരിൽ തൃക്കണ്ടിയൂർ ശിവക്ഷേത്രത്തിനടുത്ത് തുഞ്ചൻ പറമ്പിലാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു. എഴുത്തച്ഛൻ എന്നത് അദ്ദേഹത്തിന്റെ തൊഴിൽ പേരാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു. രാമൻ, ശങ്കരൻ, രാമാനുജൻ എന്നീ പേരുകൾ അദ്ദേഹത്തിന്റേതാണെന്ന് പണ്ഡിതന്മാർ ഊഹിച്ചു പറഞ്ഞിരിക്കുന്നു. എങ്കിലും രാമാനുജൻ എഴുത്തച്ഛൻ എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. കിളിപ്പാട്ട് എന്ന പുതിയ കവിതാ പ്രസ്ഥാനം ആരംഭിച്ചത് എഴുത്തച്ഛനാണ്. വളരെ ലളിതവും മനോഹരവുമായ കേക, കാകളി, കളകാഞ്ചി, അന്നനട തുടങ്ങിയ നാടൻ നൃത്തങ്ങളിൽ എഴുത്തച്ഛൻ കിളിയെ കൊണ്ട് കഥ പറയിപ്പിച്ചു. സംസ്കൃത വൃത്തത്തിൽ എഴുതിയില്ലെങ്കിൽ കവിതയാകില്ല എന്ന ധാരണയാണ് എഴുത്തച്ഛന്റെ പൈങ്കിളി തിരുത്തിക്കുറിച്ചത്. കിളിയെക്കൊണ്ട് കഥ പറയിക്കുന്ന രീതിയാണ് കിളിപ്പാട്ട്. പൈങ്കിളിയെ വിളിച്ച് പാലും തേനുമൊക്കെ തരാം എന്ന് വാഗ്ദാനം ചെയ്ത് കഥ പറയാൻ അഭ്യർത്ഥിക്കുകയും കിളി കഥ പറയുകയും ചെയ്യുന്നു. ബ്രാഹ്മണ മേധാവിത്വം കൊടികുത്തി വാണിരുന്ന ആ കാലഘട്ടത്തിൽ അബ്രാഹ്മണർക്ക് വേദപഠനം നിഷിദ്ധമായിരുന്നു. മേലാളന്മാരായ ബ്രാഹ്മണർ എഴുത്തച്ഛന്റെ ചക്കയിൽ എത്രയാട്ടും എന്ന് പരിഹസിച്ച് ചോദിച്ചതായും 4ഉം 6ഉം ആടും എന്ന് മറുപടി കൊടുത്തതായും ഐതിഹ്യമുണ്ട്. എഴുത്തച്ഛന് 4 വേദങ്ങളും 6 ശാസ്ത്രങ്ങളും വശമായിരുന്നു എന്നാണ് സൂചന. ജനജീവിതം സാംസ്കാരികമായി തകർന്നു കഴിഞ്ഞിരുന്ന ഒരു കാലഘട്ടമായിരുന്നു എഴുത്തച്ഛന്റെ കാലഘട്ടം. നാട്ടുരാജാക്കന്മാർ തമ്മിലുള്ള കിടമത്സരവും പോർച്ചുഗീസുകാരുടെ അക്രമവുമെല്ലാം ജനജീവിതത്തിൽ അരാജകത്വവും ദുരിതവും നിറച്ചു. ആധ്യാത്മികമായ ഉന്നതിയിലൂടെ അല്ലാതെ സമൂഹത്തിന്റെ രക്ഷയില്ല എന്ന് എഴുത്തച്ഛൻ തിരിച്ചറിഞ്ഞു. വെറും ശൃംഗാര കാവ്യങ്ങൾ സംസ്കൃത മലയാള മണിപ്രവാളത്തിൽ പടച്ചുവിടുന്നതായിരുന്നു അന്നത്തെ സാഹിത്യം. അത് വായിച്ചു രസിച്ചിരുന്ന കേരളീയരെ ഭക്തിയുടെയും സദാചാര ജീവിതത്തിന്റെയും പരമോന്നത പടവുകളിലേക്ക് അദ്ദേഹം ഉയർത്തി. ഒരു കവി മാത്രമായിരുന്നില്ല, ഒരു ഇരുത്തം വന്ന ആത്മജ്ഞാനിയായ ആചാര്യൻ കൂടിയായിരുന്നു അദ്ദേഹം. 16-ാം നൂറ്റാണ്ടിൽ സാമ്പത്തിക ധാർമ്മിക തകർച്ചകൾ അനുഭവിച്ചിരുന്ന ഭാരത ജനതയ്ക്ക് അത്തരം അവസ്ഥകൾക്കെതിരെ പ്രതിരോധം തീർക്കാനായി രൂപം കൊണ്ട പ്രസ്ഥാനമാണ് ഭക്തി പ്രസ്ഥാനം. കേരളത്തിൽ ഭക്തി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് തുഞ്ചത്ത് എഴുത്തച്ഛനാണ്. തമിഴിന്റെയും സംസ്കൃതത്തിന്റെയും പിടിയിൽ നിന്ന് മലയാള ഭാഷയ്ക്ക് സ്വന്തമായ സാഹിത്യപാത തെളിയിക്കാൻ ചാലകശക്തിയായത് എഴുത്തച്ഛനായിരുന്നു. എഴുത്തച്ഛനാണ് 30 അക്ഷരമുള്ള വട്ടെഴുത്തിന് പകരം 51 അക്ഷരമുള്ള മലയാള ലിപി പ്രയോഗത്തിൽ വരുത്തിയതെന്ന് വിശ്വസിക്കപ്പെടുന്നു. മലയാള ഭാഷയ്ക്ക് അനുയോജ്യമായ അക്ഷരമാല ഉപയോഗിച്ചതിലൂടെയും സാമാന്യജനത്തിന് എളുപ്പം സ്വീകരിക്കാവുന്ന രീതിയിൽ ഇതിഹാസങ്ങളുടെ സാരാംശം വർണ്ണിച്ച് ഭാഷാ കവികൾക്ക് ജനഹൃദയത്തിൽ ഇടം വരുത്താൻ കഴിഞ്ഞതിലൂടെയും ഭാഷയുടെ സംശ്ലേഷണമാണ് എഴുത്തച്ഛന് സാധ്യമായത്. സ്തുത്യർഹമായ ഈ സേവനങ്ങളാണ് രാമാനുജൻ എഴുത്തച്ഛനെ മലയാള ഭാഷയുടെ പിതാവായി കണക്കാക്കുന്നതിന് കാരണമായിരിക്കുന്നത്. എഴുത്തച്ഛനെ പോലെ സാമാന്യ ജനങ്ങൾക്കിടയിൽ ഇത്രയേറെ സ്വാധീനം ചെലുത്തിയ കവിയും ആധ്യാത്മരാമായണം പോലൊരു കൃതിയും മലയാളത്തിൽ ഉണ്ടായിട്ടില്ല. അക്ഷരജ്ഞാനമില്ലാത്തവർ പോലും അക്ഷരസ്ഫുടതയോടുകൂടി വാമൊഴിയായി പാടിപ്പകർന്നു പതിഞ്ഞ മറ്റൊരു കൃതിയും മലയാളത്തിലില്ല എന്ന് തന്നെ പറയാം. കൃഷിയിലൂടെ മാത്രം വീട് പുലർത്തിയിരുന്ന അക്കാലത്ത് പട്ടിണിയും ദുരിതവും കൊണ്ടുവരുന്ന പഞ്ഞക്കർക്കിടകത്തിൽ ആശ്വാസമഴയായി കേരളക്കരയിലെങ്ങും ആധ്യാത്മരാമായണം പെയ്തിറങ്ങി. എഴുത്തച്ഛൻ രാമായണ കഥ പറഞ്ഞ ഭാഷ മലയാളത്തിന്റെ എക്കാലത്തെയും നിലവാര ഭാഷയായി പരിണമിച്ചു. അദ്ദേഹത്തിന് ശേഷം വന്ന എല്ലാ കൃതികളും ആ ഭാഷയിൽ നിന്നാണ് ഊർജം സ്വീകരിച്ചത്. ഇതുകൊണ്ട് തന്നെയാണ് മലയാള ഭാഷയുടെ പിതാവ് എന്ന് എഴുത്തച്ഛനെ വിളിക്കുന്നത്. ആധ്യാത്മരാമായണം കിളിപ്പാട്ട്, ശ്രീമഹാഭാരതം കിളിപ്പാട്ട് എന്നീ സാമാന്യം വലുതായ കിളിപ്പാട്ട് രചനകൾക്ക് പുറമെ 24 വൃത്തം, ഹരിനാമ കീർത്തനം, ഭാഗവതം കിളിപ്പാട്ട് എന്നീ ചെറിയ കാവ്യങ്ങളും എഴുത്തച്ഛന്റേതാണെന്ന് കരുതപ്പെടുന്നു. ഭക്തകവി ആയിരുന്നുവെങ്കിലും ഏതാനും ചില കീർത്തനങ്ങൾ എഴുതുന്നതിലുപരിയായി എഴുത്തച്ഛന്റെ കാവ്യസപര്യ നിലനിന്നിരുന്നു. ഇതിഹാസങ്ങളുടെ സാരാംശങ്ങൾ ജനഹൃദയങ്ങളിലേക്ക് പകർന്നു നൽകുന്നതിലായിരുന്നു എഴുത്തച്ഛന്റെ കാവ്യനീതി.
ഒരു സാഹിത്യകാരന്റെയോ സാഹിത്യകാരിയുടെയോ സമഗ്ര സംഭാവന വിലയിരുത്തി ബഹുമതി അർപ്പിക്കാനായി കേരള സർക്കാർ ഏർപ്പെടുത്തിയ പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. 1.5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവുമാണ് അവാർഡ്. 1993 ഇത് ആദ്യമായി നൽകിയത്. തിരൂരിലെ തൃക്കണ്ടിയൂർ ശിവക്ഷേത്രത്തിനടുത്ത് തുഞ്ചൻ പറമ്പിലാണ് എഴുത്തച്ഛന്റെ ജന്മഗൃഹം സ്ഥിതി ചെയ്യുന്നത്. അവിടെയാണ് MT വാസുദേവൻ നായർ രക്ഷാധികാരിയായി തുഞ്ചൻ സ്മാരകം നിർമ്മിച്ചിട്ടുള്ളത്. ഡിസംബർ 31 തുഞ്ചൻ ദിനമായി ആചരിച്ചു വരുന്നു. വിജയദശമിയോടനുബന്ധിച്ച് എഴുത്തിനിരുത്തും വിപുലമായ തോതിൽ ഇവിടെ നടന്നുവരുന്നു. കേരളീയരുടെ വൈജ്ഞാനിക തീർത്ഥാടന കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ് തുഞ്ചൻ പറമ്പ്.